മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. MT വാസുദേവൻ നായരുമായിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ ബന്ധപ്പെട്ട് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെതിരായിട്ട് ഏതോ കമന്റ് പറഞ്ഞപ്പോൾ ആ കമന്റിനെതിരായിട്ട് വേറെ ചിലർ കമന്റ് പറഞ്ഞു. ആരാധ്യനായ ഡോക്ടർ MT വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച, കേരളത്തിന് ഭാരതത്തിന് അസാധാരണമാം വിധം സംഭാവന നൽകിയ ശ്രീ MT വാസുദേവൻ നായർ സാർ അവർക്ക് ഏത് തരത്തിലുള്ള അഭിപ്രായം പറയാനും എന്തിനെക്കുറിച്ച് അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചത് 100% തെറ്റും മണ്ടത്തരവുമാണെന്ന് പറയാൻ സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക വകുപ്പ് മന്ത്രി, ഫിനാൻഷ്യൽ മിനിസ്റ്റർ FM ഡോക്ടർ തോമസ് ഐസക്കിന് മാത്രമല്ല, കേരളത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അത് ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച് സമൂഹത്തിൻ്റെ മനസ്സിനകത്ത് നമ്മുടെ പൈതൃകത്തോട് ഏറ്റവും അധികം ബഹുമാനവും ആ വിഷയങ്ങൾ തന്നെ എടുത്ത് കഥകളും നോവലുകളും സിനിമകളുമെല്ലാം എഴുതുന്ന MT വാസുദേവൻ നായർക്ക് അതിൻ്റെ അവകാശമുണ്ട്. അതിൽ ലോകത്തിലെ ആരും സംശയിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഡോക്ടർ MT വാസുദേവൻ നായർ സാറ് ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ചു എന്നുള്ള കാരണത്തിൽ തന്നെ അറിവിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് എടുത്തു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ നിരന്തരം പറയാറുണ്ട്. അദ്ദേഹത്തിന് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിച്ചത് പരമമണ്ടത്തരമാണെന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞത് പരമമണ്ടത്തരമാണെന്ന് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം എന്തുദ്ദേശിച്ചു പറഞ്ഞോ അതങ്ങനെ പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റുള്ളവർക്ക് ഇദ്ദേഹം പറഞ്ഞത് മണ്ടത്തരമാണെന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. തല്ലാനും കൊല്ലാനും തൻ്റെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ നശിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം സഹിഷ്ണുതയാണെന്നും ഒരാൾക്ക് കേന്ദ്ര ഗവൺമെന്റിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം സഹിഷ്ണുതയും, അയാൾ പറഞ്ഞതിനെ മറ്റു വല്ലവരും എതിർത്താൽ അത് അസഹിഷ്ണുതയുമാവുന്നത് എങ്ങനെയാ? ഇവിടെ സഹിഷ്ണുതയും അസഹിഷ്ണുതയും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുകളല്ല, രണ്ട് വാക്കുകളല്ല. അസഹിഷ്ണുത മാത്രമാണ് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് എന്തും ചെയ്യാനും ഏത് കൊലപാതകം നടത്താനും ആരെ ഇല്ലാതെയാക്കാനും നശിപ്പിക്കാനും എന്തും പറയാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അത് നിങ്ങൾ എന്നെ എതിർത്താൽ അത് അസഹിഷ്ണുതയാണ്. ഞാൻ ആരെങ്കിലും കൊന്നാലോ നശിപ്പിച്ചാലോ വലിയ കൊലപാതകികളെ ഫ്രീ ആയിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ അനുവദിച്ചാലോ തിന്മകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യവും, അതിനെ നിങ്ങൾ എതിർത്താൽ അത് അസഹിഷ്ണുതയുമാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് അത്ഭുതത്തോടു കൂടി തോന്നാറുണ്ട്. ബീഫ് തിന്നാൻ ആർക്കെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തിന്നരുത് എന്ന് പറയാൻ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമില്ലേ? തിന്നരുത് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അസഹിഷ്ണുതയും, തിന്നുന്നവർ എന്ത് തിന്നുന്നത് സഹിഷ്ണുതയും ആവണം എങ്ങനെയാ? ഏതെങ്കിലും സാമ്പത്തിക പരിഷ്കാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തത് തെറ്റാണെന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തെറ്റാണെന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കില്ലേ? അപ്പൊ ചിലര് നമ്മളെ എതിർത്താൽ അസഹിഷ്ണുത, അതിന് ഭീകരമുഖം, അത് മതവർഗീയ വാദം, സത്യം പുറത്തേക്ക് ആര് പറഞ്ഞാലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായാൽ ഒരഭിപ്രായം മാത്രം നന്മ നിറഞ്ഞതും അത് മാത്രം ഞങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. അതിനെതിരെ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അതിനെതിരെ പച്ച തെറി വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ കോലം കത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ അനുകൂലിച്ചവരെ പച്ചയ്ക്ക് കൊല്ലാൻ സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം ശരിയല്ല എന്ന് അപ്പുറത്തുള്ളവന് പറയാൻ സ്വാതന്ത്ര്യമില്ല. അവനെങ്ങാനും പറഞ്ഞാൽ അത് അസഹിഷ്ണുതയായി. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ചെയ്യുന്നതും ഞാൻ കേട്ടതും ഞാൻ കണ്ടതും ഞാൻ അംഗീകരിച്ചതും ഞാൻ നിലനിർത്തുന്ന വീക്ഷണവും മാത്രം ശരിയും അത് സയന്റിഫിക്കും അതാണ് നിങ്ങളെല്ലാവരും അംഗീകരിക്കേണ്ടതും അതിലെത്ര തിന്മകളുണ്ടെങ്കിലും ഇന്ന കാരണത്താൽ അത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ എന്നും അതേ സമയത്ത് എന്നെ നിങ്ങൾക്ക് എതിർക്കാനോ നിങ്ങൾക്ക് വേറൊരു വീക്ഷണം വെച്ച് പുലർത്താനോ ഞാൻ പറയുന്നതിനെതിരെ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ അവകാശമില്ല. ആ അവകാശം നിങ്ങൾ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ അസഹിഷ്ണുതയാണ് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ മുഖത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ അവകാശമുണ്ട്, അതെന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് മാറി നിൽക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ സ്വാതന്ത്ര്യമില്ല. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അസഹിഷ്ണുതയാണ്. നിങ്ങളുടെ മുഖത്തും മേത്തും ചൂടുവെള്ളം വീണാല് അത് സഹിച്ചോളണം. അതാണ് സഹിഷ്ണുത എന്ന ശുദ്ധ വിരോധാഭാസം. അത് ചരിത്ര കോൺഗ്രസിന്റെ കാര്യമായാലും 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചതിന്റെ കാര്യമായാലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യമായാലും മനുഷ്യനെ ചിന്തിക്കുന്നവരെ നല്ല വീക്ഷണം വെച്ച് പുലർത്തുന്നവരെ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തവര് എന്തെങ്കിലും പറഞ്ഞാൽ അവരെയൊക്കെ ഈ അസഹിഷ്ണുത എന്ന വാളുപയോഗിച്ച് പണ്ട് ഏതിനും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് കഴിഞ്ഞ 1-2 വർഷമായിട്ട്. കോൺഗ്രസോ JDU ഭരിക്കുന്ന സംസ്ഥാനത്ത് ദളിതനോ സ്ത്രീയോ അവഹേളിക്കപ്പെടുകയോ ബലാത്സംഗം ചെയ്യപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിയുടെ തലയിലായിരുന്നു അതെല്ലാം പത്രമാധ്യമങ്ങളും ഇവിടുത്തെ പുരോഗമനവാദികളും വെച്ചിരുന്നത്. പക്ഷേ ഇടതുപക്ഷം അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റുള്ളവർ ഭരിക്കുന്ന സ്ഥലത്ത് കൽബുർഗി എന്ന് പറയുന്ന ചിന്തകൻ മരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ്. പക്ഷേ ഇതിന്റെ പാപഭാരമൊക്കെ 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഡൽഹിയിൽ ഭരിക്കുന്നവർക്കാണ്. ഇവിടെ എത്ര ദളിതർ കേരളത്തിൽ നശിപ്പിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു, പാതിരാത്രിക്ക് ശ്മശാനം തുറന്ന് ശവശരീരം പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ കത്തിച്ചു. അതിൻ്റെയൊക്കെ പുറകില് ശരിക്ക് സഹിഷ്ണുതയാണോ? അപ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും നിങ്ങൾ സഹിച്ചോളണം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അത് അസഹിഷ്ണുതയാണ്. ഈ ഒരു ലെവല് അത്ഭുതകരമായിട്ട് തോന്നുന്നു. എനിക്ക് കാർന്നോർക്ക് എന്തും ചെയ്യാം, അതൊക്കെ നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി കണ്ടോളണം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള അവകാശമില്ല. കാരണം നിങ്ങൾ അടിമകളാണോ? അടിമകളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരുന്നോ അത് സ്വീകരിച്ചോളണം. വോട്ട് ബാങ്കിന് വേണ്ടിയായാലും പുരോഗമനത്തിന്റെ പേരിലായാലും എന്തെല്ലാമോ എവിടെയെല്ലാമോ എങ്ങനെയൊക്കെയോ നടത്തിയാലും ശരി, ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ്. പക്ഷെ അതിനെ പ്രതികരിക്കുകയോ എതിർക്കുകയോ പുച്ഛിക്കുകയോ അവഹേളിക്കുകയോ അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്താൽ അതെല്ലാം ഇൻടോളറൻസ് ആണ് എന്ന് പറയുന്നൊരവസ്ഥ. ഡിമോണിറ്റൈസേഷൻ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചിട്ട് പൂർണ്ണമായിട്ടും 50 ദിവസമായി. ഭാരതത്തില് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞ പോലെ 1.5 മാസം മുമ്പുള്ള അതേ ക്യൂ ആണ് ഇപ്പോഴും മാധ്യമങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ മാസം 15-ാം തീയതിയും 20-ാം തീയതിയും ATM-ൽ പൈസ എടുക്കാൻ വേണ്ടി ക്യൂ നിന്നവരുടെ അതേ ക്യൂ ഇപ്പോഴും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ TV മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ അതൊക്കെ സഹിഷ്ണുതയോടെ കണ്ടും കേട്ടും ഇരുന്നോളണം. പക്ഷേ അത് സത്യമല്ല, തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല. ഭാരതത്തിൽ കള്ളപ്പണം പിടിക്കണമെന്നേ ഉള്ളൂ. അത് പിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ കള്ളപ്പണമുള്ളവരെല്ലാവരും ഒരു സൈഡിൽ വന്ന് ആക്രോശിക്കുന്നു,
ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ അത്രയും അധികം കഷ്ടപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ കേരളം ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ ഒരു ആഭ്യന്തര കലാപവും ഒരു വിപ്ലവവും ഇവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടാവാത്തത് ജനങ്ങൾ കുറേയെങ്കിലും അതോടൊപ്പമുണ്ട് എന്നുള്ളതും, 1000 കോടി രൂപയല്ല കള്ളപ്പണം പിടിച്ചത്, എത്രയോ കോടി ഇനിയും പിടിക്കാനിരിക്കുന്നു. അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ 50 ദിവസം എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പലരും പറഞ്ഞിട്ടും പല സ്ഥലത്തും ലക്ഷക്കണക്കിന് രൂപ ഓട്ടോറിക്ഷയിലും വെള്ളത്തിലും ടോയ്ലറ്റിലും എല്ലാം കിട്ടുകയും മറ്റ് പലരുടെ അക്കൗണ്ടിൽ റെമിറ്റ് ചെയ്തവരും അസാധാരണമാം വിധത്തിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടച്ചവരുമെല്ലാം ഇനിയാണ് വാല്യുവേഷന് വിധേയമാകാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടും ടാക്സ് കളക്ഷൻ 46, 37, 18% വീതം കൂടിയിട്ടും അതൊന്നും നന്മകളാണെന്ന് പറയാതെ, സാധാരണ ഏത് നാട്ടിലും റവല്യൂഷണറി ചേഞ്ച് എടുക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെല്ലാം കുറെ കള്ളപ്പണക്കാരുടെ കയ്യിലുള്ള പൈസ ഇനി നഷ്ടപ്പെടും, ഇന്നു മുതൽക്ക് വാലിഡ് അല്ലാതെ വരുന്നു എന്നുള്ള ഭയത്തില് ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പി പ്രതിഷേധിച്ച് ഒരു കാര്യം പുറത്തേക്ക് പറയാതെ മറ്റ് കാര്യങ്ങളിലൂടെ പ്രതിഷേധം അറിയിച്ചിട്ട് ഈ 50 ദിവസം കഴിഞ്ഞ് ഭാരതത്തിലെ പ്രതിഷേധിക്കുന്നവരെവിടെയാണ് ഇപ്പം എത്തി നിൽക്കുന്നതെന്ന് കൂടി ഇൻടോളറൻസും അസഹിഷ്ണുതയും പറയുന്നവർക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.